ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇടുക, കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിലോട്ട് ഒരു കശുവണ്ടിയും വറുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് സബോള വറുത്തെടുക്കാം. സബോള വറുത്തതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് നമുക്ക് മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 3 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു സബോള അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. നമുക്ക് സബോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സബോളയിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മീറ്റ് പൊടിയും 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൊടി ഇട്ട് നമുക്ക് വഴറ്റാം. ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും നമ്മൾ എടുത്തു വെച്ചേക്കണ കശുവണ്ടി വറുത്തതും സബോള വറുത്തതും മുന്തിരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. മല്ലിയിലയും കരിയാപ്പിലയും ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചാണ് മുട്ട ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ജീരക റൈസിൻ്റെ അരി 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം. കുതിർത്തി വെച്ചേക്കണ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ അരി അടുപ്പത്ത് വെച്ച് 1 വിസിലടിച്ച് കഴിയുമ്പോഴേക്കും ഓഫാക്കുക. ഓഫാക്കി കഴിയുമ്പോൾ ചോറ് റെഡിയാവും. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.